എൻ്റെ പേര് നിത. ഞാൻ റിപ്പീറ്റേഴ്സ് Q4 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. പാലാ സെൻറ്ററിലാണ് പഠിച്ചത്. അപ്പം ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിന് അൽഹംദുലില്ലാഹ് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് ആദ്യം തന്നെ ദൈവത്തിനോടും ത്രൂ ഔട്ട് ദ ജേർണിനെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പാരൻസിനോടും പിന്നെ എനിക്ക് ഇത്രയും നന്നായി പെർഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ബ്രില്യൻ്റ് ഫാമിലിയോട് ഞാൻ താങ്ക്സ് പറയുകയാണ്. ഞാനിവിടെ ബ്രില്ലിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ വരുമ്പം ഭയങ്കര പേടിയോടാണ് ആക്ച്വലി വന്നത്. ഭയങ്കര ടെൻഷനോടാണ് വന്നത്. എങ്ങനെയാവും, പുറത്തുനിന്ന് എല്ലാവരും പറയാം ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും, ഭയങ്കരമായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പിള്ളേരായിരിക്കും, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ എനിക്കിവിടെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റയർലി ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം ഇവിടെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് ലാസ്റ്റ് ഒരു ഇയർ ഞാനിവിടെ ചിലവഴിച്ചത്. ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലായിരുന്നു. ക്യാമ്പസ് തൊട്ടടുത്ത ഹോസ്റ്റൽ തന്നെയായിരുന്നു. നല്ല റൂംസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ സ്റ്റഡി ഹാൾ ഉണ്ടായി. സ്റ്റഡി ഹാളിൽ തന്നെ ലൈബ്രറി ഫെസിലിറ്റി ഉണ്ടായി. പിന്നെ ലോണ്ടറി സർവീസ് ഉണ്ടായി. ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ കുഞ്ഞൊരു സ്റ്റോറൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ കുഞ്ഞൊരു സ്റ്റോറൊക്കെ ഉണ്ടായി. പിന്നെ ടീച്ചേഴ്സ്, ഞങ്ങൾക്ക് എല്ലാ ഫ്ലോറിനും സെപ്പറേറ്റ് വാർഡന്മാരുണ്ടായി. അവർ നമ്മൾ ഫുൾ സപ്പോർട്ടീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെ ബ്രില്യൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. വൈഫൈ 24/7 വൈഫൈ ഫെസിലിറ്റീസ് ഉണ്ടായി. പിന്നെ എന്ത് മെഡിക്കൽ ആവശ്യം വന്നാലും ഞങ്ങൾക്ക് ഫുള്ളി സപ്പോർട്ടഡ് ആയിട്ടൊരു സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായി. എപ്പോൾ രാത്രി ആവട്ടെ രാവിലെ ആവട്ടെ എന്ത് രോഗം വന്നാൽ പോലും ബ്രില്ലിന് ഒരു ഇന്നോവ കാറായിരിക്കും നമ്മളിട്ട് മരിയിൽ കൊണ്ടുപോകും. ഒക്കെ അടിപൊളിയായിരുന്നു. എന്താവശ്യം വന്നാലും. എനിക്ക് ലാസ്റ്റ് മന്ത് ഒരു മെഡിക്കൽ ആവശ്യം വന്നപ്പം എൻ്റെ ഒരു വാർഡ് മാം എൻ്റെ ത്രൂ ഔട്ട് ദ ഡേ എൻ്റെ കൂടെ തന്നെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു സെൻറ്ററിൽ വീടിന് ഇത്രയും ദൂരം മാറി നിന്നിട്ട് ഇത്രയും നല്ലൊരു ഫെസിലിറ്റി കിട്ടുക പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അങ്ങനെയൊക്കെയാണ് ഹോസ്റ്റലിലെ കാര്യങ്ങൾ. നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് കുട്ടികളെ കാണാൻ പറ്റി. പിന്നെ റൂംമേറ്റ്സ് തന്നെ പറയുകയാണെങ്കിൽ ഒരാൾ കന്യാകുമാരി, ഒരാൾ മുംബൈ, ഒരാൾ വയനാട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരെ ബ്രില്ലിലുണ്ട് കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമ്പസ് വലിയ ക്യാമ്പസാണ്. ഒരുപാട് ബ്ലോക്ക്, ഒരുപാട് ക്ലാസ്സസ് ഉണ്ടായുള്ളൊരു ക്യാമ്പസാണ്. പിന്നെ ഒരുപാട് കുട്ടികളുണ്ടായി. അപ്പം അത്രയും കുട്ടികളുണ്ട് വെച്ചിട്ട് ഓരോ കുട്ടിക്ക് കൊടുക്കുന്ന കെയറിൽ ഒരു ഡിഫറൻസും ഉണ്ടായില്ല. പഠിക്കുന്ന കുട്ടികളായാലും മീഡിയം കുട്ടികളായാലും ബിലോ ആവറേജ് കുട്ടികളായാലും പോലും എല്ലാവർക്കും സെയിം കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ബ്രില്യൻ്റ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ വലിയ ഒരു പ്ലസ് പോയിൻ്റാണ്. ഇങ്ങനെ പല ക്ലാസ്, AC ക്ലാസ്സസ് ഉണ്ടായി, നോൺ AC ക്ലാസ്സസ് ഉണ്ടായി. പിന്നെ പല ഫ്ലോറിലാണ്, ഒരു 4 ഫ്ലോർ വരെയുള്ള ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടായി. അവിടെയൊക്കെ ലിഫ്റ്റ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ എഡ്യൂക്കേഷണൽ കരിക്കുലം പറയുകയാണെങ്കിൽ ടോപ്പ് നോച്ച്. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ മേ ബി ഏറ്റവും നല്ല ഫാക്കൽറ്റീസാണ് ഇവിടെ ഉള്ളത്. എല്ലാ സ്റ്റഡി മെറ്റീരിയൽ ആവട്ടെ, ലൈബ്രറി ഫെസിലിറ്റീസ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, ക്ലാസ്മേറ്റ്സ് ആവട്ടെ, എല്ലാം ഒരു ആസ്പിറൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ബ്രില്യൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. വലിയ ലൈബ്രറി ഉണ്ട് ഞങ്ങൾക്ക്. അതിൽ എല്ലാ ടൈപ്പ് ഓഫ് ഓതേഴ്സിൻ്റെ ബുക്കും ഉണ്ടായി അവിടെ. അപ്പോൾ അതൊക്കെ ഈ ഒരു ജേർണി ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പം എൻ്റെ ക്ലാസ് ടീച്ചർ നീതു മാം ആയിരുന്നു. മിസ്സ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഈവൻ ഇതിൻ്റെ തലേ ദിവസം വരെ മിസ്സ് ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഫുള്ളായിട്ട് എന്തായാലും കൊച്ചിന് കിട്ടും, മിസ്സൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് തോന്നുന്നു ഇത്രയും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെയെന്ന് പറയുമ്പം ഡയറക്ടേഴ്സ്, ഞങ്ങളുടെ ഡയറക്ടർ ജോർജ് സാറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാറിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി കുറേ പറയാനുണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു ആക്ച്വലി. ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പേഴ്സണലി എല്ലാ ക്ലാസ്സിലും വന്ന് ഞങ്ങളോട് സംസാരിക്കുക. മക്കൾക്ക് കിട്ടും, 400 ആയാലും 300 ആയാലും 500 ആയാലും മക്കൾക്ക് എന്തായാലും കിട്ടും സാർ എന്നൊരു കോൺഫിഡൻസ്. കാരണം ഇത്രയും വലിയൊരു എക്സാമിന് പഠിക്കുക എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കോൺഫിഡൻസ് എല്ലാ കുട്ടികളിലും സാറ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ കോർഡിനേറ്റർ ജസ്റ്റിസ് സാറ് ഈവൻ നിങ്ങൾ തലേ ദിവസം വരെ ഹോസ്റ്റലിൽ വന്നിട്ട് മക്കൾക്ക് പറ്റുന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായി. പിന്നെയെന്ന് പറയുമ്പം ഫാക്കൽറ്റീസ് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഫാക്കൽറ്റീസാണ്, ബെസ്റ്റ്. അത് മാത്രമേ പറയാവുള്ളൂ. അത്ര നല്ല ഫാക്കൽറ്റീസാണ് ബ്രില്യൻ്റിലുള്ളത്. എല്ലാ സബ്ജക്റ്റിലും നല്ല ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഫുൾ ഹൈടെക് ക്ലാസ്സാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. സ്മാർട്ട് ബോർഡ്, അങ്ങനത്തെ എല്ലാവിധ ഫെസിലിറ്റീസും ക്ലാസ്സസിൽ തന്നെ ഉണ്ടായി. പിന്നെ നമ്മൾ സറൗണ്ട് ചെയ്തുള്ള ക്രൗഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും പഠിക്കുന്ന കുട്ടികളാണ് നമ്മളെ സറൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ പഠിക്കാണ്ടിങ്ങനെ ഉഴപ്പി കളിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് ഫീൽ വരും. കാരണം എല്ലാവരും പഠിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളും പഠിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ക്യാമ്പസിൽ പറയുകയാണെങ്കിൽ നല്ല ക്യാൻറ്റീൻ, ബ്രില്യൻ്റിലെ പഫ്സും ക്യാൻറ്റീനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഈ ഇയറാണ് പാലാ ബേക്കേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു ട്രഫിളൊക്കെ കഴിച്ചാൽ പോകുന്ന സ്ട്രെസ് തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെയെന്ന് പറയുമ്പം
പ്രോഗ്രാംസ് ഞാനൊക്കെ റിപ്പീറ്റ് ലൈഫിൽ വരുമ്പം ഒരിക്കൽ പോലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫെയർവെൽ പാർട്ടി ആയിട്ടോ അല്ലെങ്കിൽ ഓണം ക്രിസ്മസ് ആയിട്ടൊക്കെ ഒരു പരിപാടി ഒരിക്കലും ഞാൻ മാത്രമല്ല ഒരാൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് ഒരു ഫെയർവെൽ എന്നിട്ട് ഒരു ദിവസം തന്നെ ഫുൾ പ്രോഗ്രാംസ്, ഡാൻസ്, പാട്ട് ഫുൾ അടിപൊളിയായിരുന്ന ആ ദിവസം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓണമാവട്ടെ ക്രിസ്മസ് ആവട്ടെ എല്ലാത്തിനും ഹോസ്റ്റലും ക്യാമ്പസിലും ഫുൾ പരിപാടിയായിരുന്നു. അതൊക്കെ ഭയങ്കര ജോളിയായിരുന്നു. ഭയങ്കര നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ബ്രില്യൻ്റിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെയെന്ന് പറയുമ്പം മോഡൽ എക്സാംസ് എനിക്ക് ഇത്ര നന്നായി പെർഫോം ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു ഫാക്ടറാണ് മോഡൽ എക്സാംസ് പ്ലസ് ഇ ലേണിംഗ് ആപ്പിൽ പറയുമ്പം ലാസ്റ്റ് ഒരു 10 ഇയേഴ്സിലെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബുക്ക്ലെറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്യാമ്പസിൽ എക്സാംസ് ഇല്ലാത്ത ദിവസം അവിടെ പോയിട്ട് തന്നെ എക്സാംസ് എഴുതാൻ പറ്റിയൊരവസ്ഥ, ഹോസ്റ്റലിൽ നിന്ന് എക്സാംസ് അത് നോക്കിയിട്ട് എഴുതാൻ പറ്റിയൊരവസ്ഥ അത് ബ്രില്യൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ അതിലെല്ലാ ബുക്ക്ലെറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ പ്രീവിയസ് ലെക്ചേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഞങ്ങൾക്ക് ശരിക്കും ആക്ച്വൽ നീറ്റ് എഴുതും പോലും ബ്രില്യൻ്റ് ഒരു മോഡൽ എക്സാംസ് എഴുതുന്ന ഒരു ഫീല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ പാറ്റേൺ ആവട്ടെ എല്ലാം നമ്മളിങ്ങനെ സാധാരണ ഡേയിൽ ഒരു ബ്രില്യൻ്റ് മോഡൽ എക്സാംസ് എഴുതുന്ന ഒരു ഫീലോടെ തന്നെയാണ് ഞങ്ങൾ എക്സാംസ് സെൻറ്ററിൽ പോയതും എക്സാമിനെ അപ്രോച്ച് ചെയ്തതും. അതുപോലെ ഞാൻ കോട്ടയത്ത് തന്നെയാണ് എക്സാം സെൻറ്റർ കൊടുത്തത്. കാരണം എല്ലാ ഫെസിലിറ്റീസും അവിടെ പ്രൊവൈഡഡ് ആണ്. ബ്രില്യൻ്റ് ഈവൻ ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് സെൻറ്റർ അടുത്ത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതിന് വരെ ഓരോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ശിവൻ സാറ് അത്ര ഇൻഫോർമേറ്റീവായിട്ട് എൻ്റെ പാരൻസിനെ ഹെൽപ്പ് ചെയ്തതിൽ സാർ വഹിച്ചൊരു പങ്ക് ഭയങ്കര ഇനോമസ് ആണ്. കാരണം എല്ലാവർക്കും മനസ്സിലാണ് പോലെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈവൻ വന്ന് അഡ്മിഷൻ എടുക്കണം, എങ്ങനെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ മുതൽ എങ്ങനെ എല്ലാം ചെയ്യണം, അതായത് അപ്ലൈ എങ്ങനെ ചെയ്യണം, ആധാർ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്ര ഇൻഫോർമേറ്റീവായിട്ട് എല്ലാം സാർ ചെയ്തിട്ടുണ്ട്. അതിലും ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. പിന്നെ ബ്രില്യൻ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡുള്ള ഒരു അപ്രോച്ചാണ് എല്ലാ കുട്ടികളോടും ബ്രില്യൻ്റ് നടത്തിയത്. അതുകൊണ്ട് ഞാൻ തോന്നുന്നു എനിക്ക് ഇത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയത്. അപ്പം അതിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും നല്ല എനിക്ക് സഹായിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ താങ്ക്സ് പറയുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.